ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊൽഹത്താണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബുള്ളറ്റ് 350 ബ്ലാക്ക് ഗോൾഡ് എന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഇത് യൂസ്ഡ് വണ്ടി റിവ്യൂ ആണ്, ഷോറൂമിലുള്ള വണ്ടിൻ്റെ റിവ്യൂ അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിൻ്റെ അപ്ഗ്രേഡ് വേർഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. ബാക്കിൽ ടൈലൈറ്റൊക്കെ ഒരു വിൻറ്റേജ് പാക്കറിൻ്റെ മോഡൽ വന്നിട്ടുണ്ട്. ടൈലൈറ്റൊക്കെ ബാക്കിൽ സാധാ പഴയ മോഡൽ സ്റ്റാൻഡേർഡ് അതേ ലുക്കിൽ വന്നിട്ടുണ്ട്. അതേമാതിരി വിൻറ്റേജ് പാക്ക് സീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റൊന്നും അത്ര കംഫർട്ട് എന്ന് പറയാൻ പറ്റില്ല, വിൻറ്റേജ് ലുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. സീറ്റ് എന്തുകൊണ്ടും കംഫർട്ട് ഇപ്പോൾ റോയൽ എൻഫീൽഡ് 350 കയറുന്ന സ്റ്റോക്ക് സീറ്റ് തന്നെയാണ് കേട്ടോ. കുറച്ച് ഫോം ക്ലാസിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡാണ്. പിന്നെ 2 വീലും സ്പോക്ക് വീലാണ് വരുന്നത്. ബാക്ക് റിയറിൽ ഡിസ്പ്ലേക്കാണ് വരുന്നത്. ഒന്ന് ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യം പറഞ്ഞുതരാം. കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയത്. അപ്പോൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ആ ഒരു പഴയ ആ ഒരു റെട്രോ സ്റ്റൈൽ, അതായത് പഴയ ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ അതേ ടാങ്ക് ലൈനിങ്ങും ഒറ്റനോട്ടത്തിൽ പഴയ സ്റ്റാൻഡേർഡുമായിട്ട് ഏറെ രൂപസാദൃശ്യമുള്ള ഒരു വണ്ടി എന്ന് തന്നെ പറയാവുന്നതാണ് 350 വരുന്നത്. അതായത് ബുള്ളറ്റിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണിത്. ഇതിൽ ബാക്കിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്കാൻ പല വണ്ടിയിലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കാനുള്ള ഏറ്റവും നല്ല ബ്രേക്കിംഗ്, നമുക്ക് ലോങ് ടൈം ഉപയോഗത്തിന് ഏറ്റവും നല്ലത് ഡ്രം ബ്രേക്കാണ് കേട്ടോ. തുടക്കത്തിൽ ഫ്രഷ് ആയി സമയത്ത് കുറച്ച് ബ്രേക്കിംഗ് അപ്ലൈ കറക്റ്റ് പെർഫെക്റ്റായി കാണിക്കാൻ കുറച്ച് കഴിയുമ്പം അത് ബ്രേക്കിംഗ് അത്ര അങ്ങനെ കിട്ടാറില്ല. ഞാനിപ്പോൾ ഓടിക്കുന്നത് ഇതിൻ്റെ ടോർക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശം. റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൻ്റെ ടോർക്ക് കാണിച്ചു തരിക എന്നുള്ളതാണ്. ഞാൻ സ്റ്റാൻഡേർഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് തോന്നുന്നു, കുറച്ച് വെയിറ്റുള്ള ആളുകൾക്ക് കുറച്ച് നല്ല ചോയ്സാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഹാർഡ് ഫോം ആയതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് ഒന്നായിട്ട് അങ്ങ് താന്നു പോവാതെ അത്യാവശ്യം ഒരു സപ്പോർട്ടീവായിട്ടുള്ള സീറ്റാണ് ഇതിന് കമ്പനി കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റാട്ടോ, നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ടാങ്ക് സീറ്റിന്. അതേമാതിരി തന്നെ ഹാൻഡിൽ ബാറിന് കുറച്ച് അപ്രൈറ്റ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് പിടിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ക്ലാസിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പുതിയ ക്ലാസിക്കിൽ നമ്മൾ ഗിയർ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ക്ലച്ച് ലിവറൊക്കെ കുറച്ച് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവറാണ് കൊടുത്ത്. അതുകൊണ്ട് ഹൈറ്റ് അനുസരിച്ച് ക്ലച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനും പറ്റും. പിന്നെ ഗിയർ ലെവൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഗിയർ മാറ്റുന്ന നമുക്ക് നോക്കി ഏത് ഗിയറിലാണ് വണ്ടി ഓടിക്കുന്നതെന്ന് അറിയാനും പറ്റും. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത് ലോങ് റൈഡിന് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ലോങ് റൈഡ് പോയി നോക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് പൊസിഷൻ എന്ന് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് അത്യാവശ്യം റിലാക്സ്, മെറ്റീരിയലിൻ്റെ അത്ര തന്നെ അല്ല എങ്കിലും 100 വരെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല റിലാക്സ് റൈഡിങ് പൊസിഷനാണ് ഇതിനുള്ളത്. അവരുടെ സീറ്റിംഗ് ആണെങ്കിൽ 100-നേക്കാളൊക്കെ ഒരുപാട് ബെറ്ററാണ്. ഇത് കുറച്ചൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് സിറ്റി റൈഡിനും അത്യാവശ്യം ഹൈവേ റൈഡിനും പറ്റിയൊരു വണ്ടി തന്നെയാണ് കേട്ടോ സ്റ്റാൻഡേർഡ്. 1-2 ഫീച്ചേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ക്ലാസിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലാസിക് കുറച്ചുകൂടി സോഫ്റ്റ് ഫോമാണ് സീറ്റ് കൊടുത്തേക്കുന്നത്. അത് ലോങ് റൈഡിന് എത്രത്തോളം തന്നെ എഫക്റ്റ് ആവും എന്നുള്ള കൂടി നോക്കിയാൽ ആളെ വെയിറ്റ് അനുസരിച്ചുണ്ടാവും കേട്ടോ. ഇരിക്കുന്ന ആളെ വെയിറ്റ് അനുസരിച്ചുണ്ടാവും എത്രത്തോളം കംഫർട്ട് ആവും എന്നുള്ളത്. സ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് ആ സീറ്റ് ഓക്കെ ആയിരിക്കാം. കുറച്ച് വെയിറ്റുള്ള ആളുകൾക്ക് ഈ സീറ്റായി കുറച്ചുകൂടെ കംഫർട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിൻറ്റേജ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സീറ്റ് വരുന്നുണ്ട്, ഇപ്പോൾ പുതിയ വണ്ടി ഷോറൂമിൽ വരുന്നുണ്ട്. അത് കഴിയുന്നത് നിങ്ങളൊന്ന് വെച്ചിട്ട് നോക്കുക, ഏതൊരു വണ്ടി ഓടിച്ച് നോക്കിയതിന് ശേഷം ആ ഒരു ഓപ്ഷനിലേക്ക് പോകാം കേട്ടോ, ഒരു പാക്കിലേക്ക്. കാരണം എനിക്ക് തോന്നുന്നില്ല വിൻറ്റേജ് ഉള്ള ഒരു മോഡലും നമുക്ക് ആ ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടുമെന്നല്ലാതെ പ്രാക്ടിക്കൽ വൈസ് നോക്കുമ്പോൾ അത്ര യാത്രാസുഖമൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻജിൻ ഇപ്പോൾ ക്ലാസിക് ആണെങ്കിലും ഈ വണ്ടി ആണെങ്കിലും ഒക്കെ സെയിം എൻജിൻ, സെയിം ടോർക്ക്, സെയിം പെർഫോമൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ പിന്നെ നമ്മുടെ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഫിസിക്കൽ ബോഡിയായിട്ട് എങ്ങനെയാണ്, ഫിസിക്കലി എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ട് ആവുന്നത് ആ വണ്ടി തിരഞ്ഞെടുക്കുക ഏറ്റവും നന്നാവുക. കാരണം ഇന്ന വണ്ടി പെർഫോമൻസ് അധികം, ഇന്ന വണ്ടി പെർഫോമൻസ് കുറവ് എന്നൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് 1-2 കാര്യങ്ങളിൽ മാറ്റമുണ്ട്. കുറച്ചും കൂടി ഒരു ബൾക്കി ലുക്കും ക്ലാസിക് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ബെസ്റ്റ് സെല്ലർ എന്ന കാറ്റഗറിയിൽ വരുന്ന വണ്ടിയും ക്ലാസിക് തന്നെയാണ്. അത്യാവശ്യം ഒരു ബുള്ളറ്റിൻ്റേതായിട്ടുള്ള ന്യൂ ജനറേഷന് വേണ്ടതായിട്ടുള്ള ബുള്ളറ്റിൻ്റെ ആ ഒരു എക്സോസ് നോട്ടും ഇതിന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ക്ലാസിക് BS6-നേക്കാളൊക്കെ എന്തുകൊണ്ടും ബെറ്റർ എക്സോസ് നോട്ടാണ് നമുക്ക് J സീരീസിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ 100ൻ്റെ മാതിരി നമ്മൾ ഇറക്കിറങ്ങുന്ന സമയത്ത് കൈ കംപ്ലീറ്റ്, കൈൻ്റെ നമ്മുടെ ബോഡിൻ്റെ വെയിറ്റ് കംപ്ലീറ്റ് കയ്യിലേക്ക് പോകുന്ന ഒരു വിഷയം ഇതിനില്ല. അപ്പോൾ കൈ റിലാക്സ് ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. കാരണം നമ്മൾ ഇത് ബാക്ക് ഡിസ്പ്ലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുകയാണ് ഞാൻ കേട്ടോ. ബാക്ക് മാത്രം ഡിസ്പ്ലേക്ക് അപ്ലൈ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നാണ് നോക്കുന്നത്. ഒരു 6000 കിലോമീറ്റർ കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ആണ് നോക്കുന്നത് കേട്ടോ. 60 സ്പീഡിൽ പോയിട്ടുണ്ട്, ഒരു രക്ഷയില്ല, ചവിട്ടിയാൽ നിൽക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഡിസ്പ്ലേക്ക് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കണം എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഓടിയിട്ട് ഹാർഡായിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ വണ്ടി ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു 5-10 കിലോമീറ്റർ ഓടിയാൽ ഫ്രഷായി നിൽക്കുന്ന സമയത്തുള്ള ബ്രേക്കിംഗ് അല്ല നമുക്ക് വേണ്ടത്. അപ്പം ഡിസ്ക് ബ്രേക്ക് എന്നുള്ളത് പ്രാക്ടിക്കൽ വൈസ് നോക്കുമ്പോൾ ബോത്ത് ബ്രേക്ക് സെയിം ടൈം അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ എഫക്റ്റ് ആവുന്നുള്ളൂ. ഒരു കാരണവശാലും ബാക്ക് ചവിട്ടി നിർത്താൻ കഴിയില്ല കേട്ടോ. അതിനൊക്കെ കയറി നിന്നാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും. കാരണം നമ്മൾ യൂസേജ് അങ്ങനെയാണ്. നമ്മൾ ഈ ക്ലൈമറ്റിലൊന്നും ബാക്ക് ഡിസ്ക് ബ്രേക്ക് എന്നുള്ള പ്രാക്ടിക്കലി സക്സസ് അല്ല എന്ന് തന്നെ പറയാം. അതല്ലെങ്കിൽ അത്രയും ഹൈ ക്വാളിറ്റി മെറ്റീരിയലും ബ്രേക്ക് പാഡൊക്കെ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഞാൻ നോക്കുക 60 സ്പീഡിലാണ് പോണത്. ABS ഓക്കെയാണ്, ABS വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രേക്ക് വണ്ടി നിർത്തുക എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഫ്രണ്ട് ബ്രേക്കും കൂടെ വെച്ച് അപ്ലൈ ചെയ്താൽ മാത്രമേ വണ്ടി നിൽക്കുള്ളൂ. ഡിസ്ക് എന്നുള്ളത് കയറി പിടിച്ച് വണ്ടി നിൽക്കും എന്നുള്ളതൊന്നും വേണ്ട. നോക്കാം, ഫ്രണ്ട് ബ്രേക്ക് നോക്കാം. ഫ്രണ്ട് ഓക്കെയാണ്. ഓക്കെ, ഫ്രണ്ട് നല്ല എഫക്റ്റാണ്. പക്ഷേ ബാക്ക് എല്ലാ ഡിസ്പ്ലേക്ക്, ഈ വണ്ടീൻ്റെ നല്ല ഡിസ്പ്ലേക്കായിട്ട് വരുന്ന വണ്ടി കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് നമുക്ക് വെറുതെ ഒരു നമ്മളെ വണ്ടി ഡിസ്ക് ആണെന്ന് വിചാരിച്ച് ചവിട്ടാൻ മാത്രമേ പറ്റുള്ളൂ. വണ്ടി നിൽക്കത്തില്ല കേട്ടോ. അത് എനിക്കിതൊരു മൈനസായിട്ട് തോന്നിയിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് ഏതൊരു വണ്ടിയും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് ബാക്ക് സക്സസ് അല്ല, ചവിട്ടിയാൽ കിട്ടില്ല. 2 ബ്രേക്കും കൂടെ ഓടി ഇതിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഡിസ്ക് മാറ്റുന്ന, പിന്നെ കുറയുന്നതിനനുസരിച്ച് റോട്ടർ മാറ്റി കൊടുക്കുക, അതിൻ്റെ പാഡ് മാറ്റി കൊടുക്കുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കൽ വെച്ച് എക്സ്പെൻസ് വരുന്ന സാധനമാണല്ലോ. അപ്പോൾ അതിന് കാരണം വേറെ ഉണ്ട്, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും പിന്നെ ഡിസ്പ്ലേക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ബ്രേക്ക് മാത്രം ചവിട്ടാതെ പിന്നെ കൊണ്ട് നടക്കുക. 2 ബ്രേക്കും സെയിം ടൈമിൽ അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ ടോർക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് 50 ഗിയറിലാണ് പോണത്. സ്ലോ ഡൗൺ ചെയ്യാണ്. സ്ലോ ഡൗൺ ചെയ്യാണ്, മാക്സിമം സ്ലോ ഡൗൺ ആയി 30 സ്പീഡിൽ നിന്നാണ് ആ 50 ഗിയറിൽ വണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാജുവൽ എടുക്കുകയാണ്. ഏത് കിലോമീറ്ററിലാണ്, ഏത് മീറ്ററിൽ നമുക്ക് സ്റ്റഡി ആവണം നോക്കാം. ഇടിച്ച് കളിക്കുകയാണ്. ഓക്കെ, സ്റ്റഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ 40 കറക്റ്റ് 40-ലെത്തി വണ്ടി സ്റ്റഡിയായി നീങ്ങുന്നുണ്ട്. അതേമാതിരി 4th ഗിയറിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ സാധാരണ ഈ CI എഞ്ചിനൊക്കെ 4 ഗിയർ ഉള്ളല്ലോ. അപ്പോൾ ചില ആളങ്ങനെ ചോദിക്കാറുണ്ട് 4ാമത്തെ ഗിയറിലോടും എത്ര സ്പീഡിൽ ഇത് പോകുന്നുള്ളത്.
റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് വാങ്ങുന്ന ആളുകൾ മിക്കവാറും അറിഞ്ഞ് സ്റ്റാൻഡേർഡ് വാങ്ങുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പഴയ വണ്ടി CA എഞ്ചിനുമായിട്ടുള്ള സ്ലോ സ്പീഡ് റണ്ണിങ് ആണ്. ആ സ്ലോ സ്പീഡ് റണ്ണിങ് ഇതിന് കിട്ടുമോ എന്നുള്ളതാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ. കാരണം ആസ്വദിച്ച് ഓടണം എന്നുള്ള വണ്ടിക്ക് സ്ലോ സ്പീഡ് വേണം. അതെല്ലാം റോക്കറ്റ് മാതിരി പോകാനൊന്നും ബുള്ളറ്റ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സ്ലോ സ്പീഡ് റണ്ണിങ്ങിന് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പറയുന്നത്. ഏറ്റവും വലിയ റോയൽ എൻഫീൽഡ് എനിക്ക് തോന്നുന്നു ആ ഒരു മിഡ് വെയ്റ്റ് വിഭാഗത്തിൽ ഏറ്റവും അധികം ടോർക്ക് കിട്ടുന്ന വണ്ടിയും റോയൽ എൻഫീൽഡ് ആണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കേട്ടോ. ഇനി അത് 4ാമത്തെ ഗിയറിലാണ് നോക്കുന്നത്. മാക്സിമം സ്പീഡ് കുറക്കുകയാണ്. ഗിയറൊന്ന് ഡൗൺ ചെയ്തു, 4th ഗിയറിലായി. ഇപ്പം നിലവിൽ ഈ വണ്ടി 25 km/hലാണുള്ളത്. km/h 30ലേക്ക് എത്തിയിട്ടുണ്ട്. 30ൽ വണ്ടി സ്റ്റഡിയാണ്. അപ്പോൾ 4ാമത്തെ ഗിയറിൽ നമുക്കിത് 30 സ്പീഡിൽ ഓടിച്ച് പോവാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ടോർക്ക് എന്നതിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് വണ്ടി. എനിക്ക് തോന്നുന്നു UC എഞ്ചിനേക്കാളൊക്കെ ബെറ്ററാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ബെറ്ററാണെന്ന് തോന്നുന്നില്ല, ബെറ്ററാണ് എന്ന് തന്നെ പറയാം. കാരണം ടോർക്കിൻ്റെ കാര്യത്തിൽ, പിന്നെ സ്മൂത്ത്നെസ്സിൻ്റെ കാര്യത്തിലും ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. വൈബ്രേഷൻ എന്നുള്ള സാധനം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എക്സോസ്റ്റ് നോട്ടിൻ്റെ കാര്യത്തിലും BS6-നേക്കാളൊക്കെ കുറച്ചൊരു ബെറ്ററാണ് നമ്മൾ ഈ വണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസിക് വേണോ സ്റ്റാൻഡേർഡ് വേണോ എന്ന് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡ് എടുക്കുമ്പോൾ ബാക്ക് പിന്നെ ഹൈ റേഞ്ച് മേഖല, നമ്മളെ ഏത് മേഖലയാണ് വണ്ടി ഉപയോഗിക്കുന്നത് നോക്കുക. ഹൈ റേഞ്ച് മേഖലയൊക്കെയാണ് ഓടുന്ന ഡിസ്ക് ബ്രേക്കിൽ വണ്ടി എടുക്കാതിരിക്കുക ഏറ്റവും ബെറ്റർ. നമ്മൾ ഡിസ്ക് ബ്രേക്ക് ചില ആളുകൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് ബാക്ക് ഡിസ്ക് ആക്കണം, ബാക്ക് ഡിസ്ക് പിന്നെ എന്ത് ചിലവ് വരുന്നുള്ളത്. കയ്യിൽ നിന്ന് അതിന് ശ്രമിക്കാതെ കേട്ടോ. നമ്മൾ വണ്ടി ബാക്ക് ഡിസ്കാന്ന് പറഞ്ഞ് നടക്കാനല്ലാതെ അതൊന്നും പ്രാക്ടിക്കൽ വൈസ് ഡിസ്ക് നമ്മളെ ഈ എപ്പോഴും കാല് വെച്ച് ഓടുന്ന സ്പെർക്കിടുന്ന ചില ആളുകൾ ഉണ്ടാവുക. ബാക്ക് ഡിസ്ക് ബ്രേക്ക് അതങ്ങ് ചൂടായിട്ട് 2 ഹാർഡായി പോവും. അത് ഹാർഡായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് ബ്രേക്ക് പിടിച്ച് നിർത്താൻ കഴിയില്ല. അപ്പോൾ ഹൈ റേഞ്ച് മേഖല ഇറങ്ങുന്ന സമയത്തൊക്കെ ബ്രേക്ക് റിലീസായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഡിസ്ക് ബ്രേക്കിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യം അറിഞ്ഞ് നിങ്ങൾ ഏത് ഏരിയയിലാണ് വണ്ടി ഓടുന്നത് അനുസരിച്ച് 350 സ്റ്റാൻഡേർഡാണ് വണ്ടി എടുക്കുന്നത്. 350 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കഴിയുന്നതും ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയിലേക്ക് പോകുമായിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി നിങ്ങളുടെ ചോയ്സാണല്ലോ. എൻ്റെ അനുഭവമാണ്, എൻ്റെ അനുഭവം മാത്രമല്ല ഒരുപാട് ആളുകളുടെ അനുഭവമാണ് പറയുന്നത്. നമ്മളടുത്ത് വന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന കംപ്ലയിൻസും ബാക്ക് ഡിസ്ക് ചവിട്ടിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 350 ബ്ലാക്ക് ഗോൾഡിൻ്റെ എൻ്റെ ഒരു യൂസ്ഡ് റിവ്യൂ. അപ്പം ക്ലാസിക് വേണോ സ്റ്റാൻഡേർഡ് വേണോ ഡിസ്ക് ബ്രേക്ക് വേണോ എന്നൊക്കെ ഏകദേശം ഒരു ധാരണ തന്നു തോന്നുന്നു. അപ്പോൾ ഇതിന് അലോയ് വീൽസ് ഇല്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ അലോയ് വീൽസ് ഉണ്ടാകുമ്പോൾ ലോങ് റൈഡിന് പോകുന്ന ആളുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്നാണ്. ട്യൂബ്ലെസ് ടയർ കിട്ടും, ഇതിനത് ഓപ്ഷൻ ഇല്ല. അപ്പോൾ അലോയ് വീൽസ് വേണമെന്നുള്ളവർക്ക് അലോയ് വീൽസ് നമ്മൾ ക്ലാസിക്കിൻ്റെ അലോയ് വീൽസ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.